കഴിഞ്ഞ ദിവസം നമ്മളെ ന്യൂസ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ കേൾക്കുകയുണ്ടായി. ബാങ്ക് വിളിക്കുമ്പോൾ 5 നേരവും ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരു അമുസ്ലിമായിട്ടുള്ള കുട്ടികൾ മിണ്ടാതിരിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇതിൻ്റെ മീനിങ് മനസ്സിലായത്. അള്ളാഹു അല്ലാതെ വേറെ ആരും ആരാധനയ്ക്ക് അർഹരായിട്ട് ആരുമില്ല, അള്ളാഹുവിനെ ആരാധിക്കണം എന്നൊക്കെയാണ് ബാങ്കിലൂടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെന്തിനെ റെസ്പെക്റ്റ് ചെയ്യണം? ഞങ്ങൾക്ക് അതിലൊരു വിശ്വാസമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് മറുപടി കൊടുക്കുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാങ്കിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ ആരാധനകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. അത് ഇവർക്ക് മനസ്സിലാവണില്ല. അതിന് പുതിയ സൈദ്ധാന്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ലവ് ജിഹാദിൻ്റേത് പറഞ്ഞു, നാർക്കോട്ടിക് ജിഹാദിൻ്റേത് പറഞ്ഞു. അതുണ്ടാക്കി അതേ തലച്ചോർന്ന ഈ സാധനം വന്നിട്ടുള്ളത്. അത് ശരിക്കും മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള അപകടകാരികൾ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. എന്നാൽ എന്താ പ്രശ്നം? ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ ആരെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവർ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിനോ ബാങ്കിനോ എന്തെങ്കിലും പറ്റുമെന്ന് നമുക്കാർക്കും തോന്നണില്ല. പറ്റുന്നവർ ബഹുമാനിച്ചാൽ മതി. പക്ഷേ ഈ തെറ്റിദ്ധാരണ എന്താണ്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങളെ പടച്ചോനായ അള്ളാഹു വലിയവനാണ്, നിങ്ങളെ പടച്ചോന്മാരെല്ലാം ചെറിയവനാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് അവർ പ്രചാരണം. അള്ളാഹു അക്ബർ ഒരു വൈയക്തികമായ പ്രഖ്യാപനമാണ്. സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ, അവന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. സൃഷ്ടാവും സംരക്ഷകനുമായ പടച്ചവൻ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അള്ളാഹു മുസ്ലിങ്ങളുടെ ഗോത്രനയം ദൈവത്തിൻ്റെ പേരാണ് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ഞാൻ പറയും, ബൈബിളൊന്നും എടുത്ത് മറിക്ക്, അറബി ബൈബിൾ എടുത്ത് മറിക്ക്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ ദൈവം എന്നുള്ളിടത്ത് എന്താ എഴുതിയെന്നൊന്ന് വായിക്ക്. എന്താ? അള്ളാഹുവാണ്. അപ്പോ മുസ്ലിങ്ങളുടെ ഗോത്ര ദൈവമാണ് എന്ത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആണോ? ഇവർ പറയണം. അറബി ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും പടച്ചവന് പറയുന്ന പേരാണ് അള്ളാഹു. ആ അള്ളാഹുവാണ് അത്യുന്നതൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒന്നുമല്ല എന്ന പ്രഖ്യാപനമാണത്. സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാനാണ് എനിക്കുന്നതൻ എന്നുള്ള പ്രഖ്യാപനം. അതിനെ ബഹുമാനിക്കാൻ പറ്റാത്തവർ ബഹുമാനിക്കേണ്ടതില്ല. പക്ഷെ അത് വർഗീയതയാണ് എന്ന് പറയുമ്പോൾ അത് അബദ്ധമാണെന്ന് നമ്മൾ പറയും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി എല്ലാ ദൈവങ്ങളും പറ്റൂല, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. തീർച്ചയായും ശരിയാണ്. പക്ഷേ അത് വർഗീയതയാണോ? സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അത് പറയുമ്പോൾ ആ ആരാധ്യരല്ലാത്ത ആളുകളുടെ കൂടെ ആരൊക്കെ പോകുന്നുണ്ട്? മുഹമ്മദ് നബി അടക്കം പോകുന്നുണ്ട്. മുഹമ്മദ് നബിയെ ഒരാൾ ആരാധിച്ചാൽ അയാൾ ഇസ്ലാമിന് പുറത്താണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ. അത് മാനവികതയുടെ തത്വമല്ലേ? ഞാൻ എൻ്റെ ദൈവമാണ് ആരാധ്യൻ എന്ന് പറയുക, ഓരോരുത്തരും അവരുടെ ദൈവമാണ് ആരാധ്യന്മാരെന്ന് പറയുക. അവിടെ ഇസ്ലാം പറയുന്നത് എന്താണ്? സൃഷ്ടാവ് മാത്രമാണ്. അത് ആര് എന്നല്ല, ഏത് പേര് എന്നല്ല, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ആരാണോ അവൻ. ഖുർആൻ ആ സിദ്ധാന്തത്തെ വളരെ സുന്ദരമായി പഠിപ്പിച്ചല്ലോ. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ദൈവത്തെ എന്നല്ല, നിങ്ങളെ ആരാണ് ആരാധിച്ചത്? രാമനെയും കൃഷ്ണനെയും മുഹമ്മദ് നബിയെയും യേശു ക്രിസ്തുവിനെയും ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ചവനെ ആരാധിക്കുക. അവിടെ നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിലേക്കുള്ള വരവല്ല, നമ്മുടെ എല്ലാ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടാവിലേക്കുള്ള വരവ്. അതാണ് ഈ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ മാനവികമാണത്. അതൊരിക്കലും ഒരു വർഗീയമല്ല, പ്രഖ്യാപനമല്ല. ഇത് പറഞ്ഞു കൊടുക്കുക. അതിൽ ബഹുമാനിക്കാൻ പറ്റാത്ത ആൾക്കാർ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല.
ബഹുമാനിക്കണമോ വേണ്ടയോ എന്ന് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഇസ്ലാം ഈ ആശയങ്ങളിലൂടെ മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത വർഗീയതയാണിത് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ തിരുത്തണം, പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെയും അവസാനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ്. നിങ്ങൾ ആവേശപൂർവ്വം പരിപാടിക്ക് വന്നു, നമ്മൾ സംസാരിച്ചു, നമ്മൾ പിരിയാൻ പോകുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ ലിബറലിസമുണ്ട്, ഈ പറഞ്ഞ വർഗീയതയുണ്ട്. ഇത് രണ്ടിൻ്റെയും നടുവിൽ ജീവിക്കുന്ന നമ്മൾ വളരെ സുഖസുന്ദരമായി ഇന്നും നാളെയും കിടന്നുറങ്ങാൻ പോവുകയാണ്. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം സ്ഥിതി ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കിടന്നുറങ്ങുവാൻ സമയമില്ല. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ എൻ്റെ മക്കളാണ്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ പോകുന്നത്, ഉമ്മ, പെൺകുട്ടിയാണ് പറയാൻ പോണത്, ഉമ്മ എനിക്ക് എൻ്റെ ഒരു പെൺകുട്ടിയായ ആളുമായി പ്രേമമുണ്ട്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്. നിങ്ങൾ എതിർത്താൽ ഹൈക്കോടതി പോകും, ഹൈക്കോടതി വിവാഹത്തിന് അവർക്ക് സമ്മതം കൊടുക്കും. ഇതിന് കേവലം അവരെ ക്ഷുദ്രമായി നോക്കിയതോടെ കാര്യമില്ല. മറിച്ച് അതുണ്ടാകുന്ന സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ ഉത്ബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ കാലെടുത്ത് വെച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എൻ്റെ കുട്ടി നിങ്ങളുടെ കുട്ടിയാണ് പറയാൻ പോണത്. 14 വയസ്സ് വരെ പെൺകുട്ടിയായി ജീവിച്ച നമ്മുടെ മക്കളാണ് നമ്മളോട് വന്ന് പറയാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ ആൺകുട്ടിയാണെന്ന്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ആൺകുട്ടിയാകണം, അതിനു വേണ്ട ഓപ്പറേഷൻ ഇന്നും ഹോസ്പിറ്റലുകളുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണം. അത് വന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ ഉപദേശിച്ചാൽ, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരുന്ന, നിങ്ങൾക്കെതിരെ നിയമപരമായി ശിക്ഷ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ഒരുമിച്ച് നിന്ന് ആലോചിക്കേണ്ട സമയമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ വർഗീയ വിഷത്തിനെതിരെയും അതിനെതിരെ വികാരം കൊണ്ടതുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഈ സഹോദരി ചോദിച്ചതുപോലെ ഇതേപോലെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ അവരോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നീ പറഞ്ഞതല്ലടാ അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മാറ്റമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാമിജി പറഞ്ഞു എന്ന്. ആ സ്വാമിജിയെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ തിരുത്തിയപ്പോൾ അദ്ദേഹം 30 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാലമായി ഉണ്ടായിരുന്ന ധാരണയാണത്, അതിപ്പോൾ തിരുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന്. അദ്ദേഹം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഗീതാജ്ഞാന പ്രഭാഷണങ്ങൾ നടത്തുന്നയാളാണ്. ഒരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയിരങ്ങളിലേക്ക് ആ ധാരണ പടർന്നിട്ടുണ്ടാകും. പക്ഷേ അന്ന് മുതൽ പടർന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ അതല്ല ശരി എന്ന് പറയാൻ എത്ര ഊർജം ഉപയോഗിച്ചു എന്ന് നമ്മളോടാണ് ചോദിക്കേണ്ടത്. അവിടെ ഇനിയും ഉറങ്ങിക്കിടന്നുകൂടാ, ഇനിയും നമ്മൾക്ക് വിശ്രമിക്കുവാൻ സമയമില്ല. ഇത് ഈ വിവരം ലഭിച്ച ആളുകൾ മറ്റെല്ലാ സംഗതികളും ആ തർക്ക വിതർക്കങ്ങളും എല്ലാം നടക്കുമ്പോൾ തന്നെയും ഈ ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ ദീനിന് വേണ്ടി, ഖുർആനിന് വേണ്ടി, നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്യേണ്ടതുണ്ട്, ഒരുമിച്ച് കാലെടുത്ത് വെക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രചോദനമായി ഈ ഒരുമിച്ച് കൂടൽ മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.